എൻ്റെ പേര് ആശിക. കൊല്ലം പേരൂർ താഹാമുക്കിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 വർഷമായി നട്ടലിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. എല്ലിൻ്റെ മജ്ജയിലാണ് ക്യാൻസർ. എനിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. എല്ല് പൊടിഞ്ഞു പോലെ അസുഖമാണ്. എനിക്ക് ഓർക്കാൻ കൂടി എല്ലാവരും സഹായിക്കണം. എനിക്ക് സങ്കടം കൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ എല്ലുകളെല്ലാം പൊടിഞ്ഞു പോകും. 7 ലക്ഷം രൂപയോളം വേണം RCCയിലാണ് ചികിത്സ. ഡോക്ടർമാർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എന്നെ എല്ലാവരും താഴ്മയായി അപേക്ഷിക്കുകയാണ്. എല്ലാവരും എന്നെ സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. കൊല്ലം ജില്ലയിലെ പേരൂര് തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ മൂന്നാംകുറ്റി സിയാറത്ത് മൂട് മഹലിൽ താമസിക്കുന്ന ആഷിത എന്ന സഹോദരിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. 2 വർഷത്തോളമായിട്ട് നെട്ടലിലെ മജ്ജയിലെ ക്യാൻസറായിട്ട് RCCയിൽ ചികിത്സയിലാണ് ഇവർ. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തു കൂടി രോഗം പകർന്ന് എല്ല് പൊടിയുന്ന ഒരു അസുഖമാണ് ഇവർക്കുള്ളത്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ മാണിക്കക്കല്ലാള് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അവർക്ക് വേണ്ട സഹായം, നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു സാധാരണക്കാരന് ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ കൂലിപ്പണി എടുക്കുന്നവരാക്കത് താങ്ങാൻ പറ്റൂല. അവരുടെ ഭർത്താവ് സിദ്ദീഖ് എന്ന സഹോദരന് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവരാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത്. അപ്പം നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാവരും എത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ അസുഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമ്മളെ ബന്ധത്തിൽപ്പെട്ടവർക്കും നാട്ടുകാർക്കും ആർക്കും അല്ലാഹു ഇങ്ങനൊരു അസുഖം വരുത്താതിരിക്കട്ടെ. ഈ സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. 7 ലക്ഷം രൂപ വേണം. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന സന്മനസ്സുള്ള എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇവരെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. മോൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.